വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി സർക്കാർ മുന്നോട്ട് തന്നെ. ബജറ്റ് പ്രഖ്യാപനത്തിൽ നികുതി കുറച്ചത് ഉൾപ്പെടുത്തി ധനബില്ലിന്റെ കരട് പ്രസിദ്ധീകരിച്ചു. ജൂലൈ 1 കരട് ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കും. ഘടകകക്ഷികളുടെ അടക്കം എതിർപ്പ് അവഗണിച്ചാണ് സർക്കാരിന്റെ ഈ നീക്കം. ഡി ബിനോയ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നു. ഈ കാര്യത്തിൽ ഘടകകക്ഷികളുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തും എന്നതടക്കമുള്ള വിവരങ്ങളുമുണ്ട്. ഡി ബിനോയ് വിശദാംശങ്ങൾ നൽകുന്നു. ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്ന് പുറത്തിറങ്ങിയ അസാധാരണ ഗസറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗസറ്റിൽ കൃത്യമായി എടുത്തു പറയുന്നുണ്ട്, 0.5 മുതൽ 10% വരെ വരുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് 120%, അതേസമയം 10 മുതൽ 20% വരെ വീര്യം കുറഞ്ഞ മദ്യത്തിന് 175% നികുതി ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഭാവിയിൽ കേരളത്തിൽ നികുതി ഇളവ് വരുത്തി വീര്യം കുറഞ്ഞ മദ്യം വിൽക്കും എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. പാർട്ടിക്കകത്തു നിന്നും, അതായത് കോൺഗ്രസിനകത്തു നിന്നും UDF-നകത്ത് നിന്നുമൊക്കെ വലിയ തരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടായിട്ടും വീര്യം കുറഞ്ഞ മദ്യം വിൽക്കും എന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അടുത്ത മാസം 1-ാം തീയതിയാണ് ധനബില്ല് നിയമസഭയ്ക്ക് മുന്നിൽ എത്തുക. ഈ ധനബില്ല് പാസ്സായാൽ തന്നെയും ഇത് നടപ്പിലാക്കണമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അപ്പോഴൊക്കെ സർക്കാർ തീരുമാനിക്കും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയുമെങ്കിൽ തന്നെയും ഭാവിയിൽ ഒരു പക്ഷേ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്തുമെന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടി ഈ ധനബില്ലിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ചില മതസംഘടനകൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ വലിയ തരത്തിലൊരു വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞിരുന്നു. അവർ ഈ ഞായറാഴ്ച ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക അവരുടേതായ വിയോജന കുറിപ്പുകളൊക്കെ പുറത്തിറക്കും എന്നുള്ള കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അസാധാരണ ഗസറ്റിലൂടെ മദ്യത്തിൻ്റെ നികുതി ഇളവ് വരുത്തിക്കൊണ്ടുള്ള വിൽപ്പനയെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ പാർട്ടിക്കകത്ത് നടത്തും എന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും അത്തരം ചർച്ചകളിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല. UDF ഇനി നിയമസഭാ യോഗം ചേർന്നതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനം അവസാനിച്ചതിന് ശേഷം മാത്രമേ ഇനി UDF യോഗം ചേരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ധനബില്ലിൽ ഇത് പാസ്സാക്കും. പക്ഷേ അടുത്ത നടപടിക്രമങ്ങൾ എന്താണെന്നുള്ള പിന്നീട് UDF ചേർന്നതിന് ശേഷമായിരിക്കും തീരുമാനിക്കുക. എന്തായാലും ഇതിൻ്റെ പിന്നാലെ LDF-ലെ ഘടകകക്ഷികളും CPIM ഒക്കെ ചേർന്നിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുവാൻ സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ പ്രതിവർഷം 600 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാന സർക്കാരിന് ഉണ്ടാകും, ഖജനാവിൽ വലിയ ചോർച്ചയുണ്ടാകും എന്നാണ് CPIM-ൻ്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ CPIM വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പനയ്ക്ക് തയ്യാറായിരുന്നെങ്കിൽ തന്നെയും പക്ഷേ അത് തങ്ങളിൽ വ്യത്യാസമുണ്ടായിരുന്നു. കാരണം സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട ചില കമ്പനികൾ അന്ന് ഇടത് സർക്കാരിനെ സമീപിച്ചിരുന്നെങ്കിലും അതിന് തയ്യാറായില്ല എന്നാണ് CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. മാത്രവുമല്ല, അവർ പറഞ്ഞിരുന്നത് കാർഷിക വിളകളായ പറങ്കിമാങ്ങ ഉൾപ്പെടെയുള്ളവയിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനെ സംബന്ധിച്ചായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കർണാടക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മദ്യ കമ്പനിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു നീക്കം ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അത് വലിയ തരത്തിൽ നഷ്ടം സംസ്ഥാന സർക്കാരിന് ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് മദ്യപാനത്തിന് കൂടുതൽ ആളുകളെ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള കാര്യവും LDF-ൻ്റെ ഘടകകക്ഷികൾ പറയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വീര്യമേറും എന്നുള്ളത് ഉറപ്പാണ്. VD സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മദ്യത്തിൻ്റെ നികുതി ഇളവ് വരുത്തിക്കൊണ്ട് മദ്യം വിൽക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് ധനബില്ലിൻ്റെ കരടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഗസറ്റ് രൂപേണയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. കാരണം സാധാരണ ഈ ധനബില്ല് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് അസാധാരണ ഗസറ്റ് പുറത്തിറക്കുന്ന പതിവുണ്ട്. കാരണം സർക്കാരിൻ്റെ നികുതി നയങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് ഈ അസാധാരണ ഗസറ്റിലൂടെ പുറത്തു വരുന്നത്. ഇതിനകത്ത് തന്നെ വാഹനങ്ങളുടെ നികുതി കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിക്കൊണ്ടുള്ള ഒരു സൂചനകൾ അതിൽ അസാധാരണ ഗസറ്റിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയിലേക്ക് നീങ്ങും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ശരി, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി സർക്കാർ മുന്നോട്ട് തന്നെയാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബജറ്റ് പ്രഖ്യാപനത്തിൽ നികുതി കുറച്ചത് ഉൾപ്പെടുത്തി ധനബില്ലിന്റെ കരട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ജൂലൈ 1 ഈ കരട് ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കും. ഘടകകക്ഷികളുടെ ഉൾപ്പെടെയുള്ള എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ ഈ നീക്കം. അതേസമയം ഈ കാര്യത്തിൽ ഘടകകക്ഷികളുമായിട്ട് മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തുമെന്നുള്ള വിവരവും ഒപ്പം ഉണ്ട്.